ഹലോ ഗൈസ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക മരുന്നാണ്. കർക്കിടക മാസത്തിൽ മാത്രം ആരോഗ്യ സംരക്ഷണത്തിനായി പല മരുന്നുകളും നമ്മൾ കഴിക്കാറുണ്ട്. അപ്പം ഈ കർക്കിടക മരുന്ന് എന്ന് പറയുന്നത് തണുപ്പിനെ പ്രതിരോധിക്കാനും ശരീരബലത്തിനും നീർക്കെട്ട്, വേദന പോലുള്ള വേദനകൾ മാറാനും കർക്കിടക മരുന്ന് കഴിക്കുന്നത് വളരെ ഉത്തമമാണെന്ന് പഴമക്കാർ പറയുന്നുണ്ട്. ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ പച്ചമരുന്നുകളൊക്കെയാണ്. നമ്മൾ കഴുകിയിട്ട് വെയിലത്ത് നന്നായിട്ട് ഉണക്കണം. ഇതിവിടെ വെയിൽ കുറവായതുകൊണ്ടും ഇപ്പം മഴക്കാലമായതുകൊണ്ടും നമ്മൾ കുറച്ച് വെയിലുള്ള സ്ഥലത്ത് നിന്ന് ഓരോന്നോരോന്ന് മാറ്റി കുറച്ച് സമയം എടുത്താണ് ഇത് ഈ ഒരു തരത്തിൽ ഉണക്കിയെടുത്തത്. ഇതൊരു 25 ഔഷധ മരുന്നുകളുണ്ട് ഇതിൽ. ആ മരുന്നുകളെല്ലാം തന്നെ വറുത്തെടുക്കണം. അടുപ്പത്ത് നമ്മൾ ആ മരുന്നെല്ലാം വറുത്തെടുക്കും. എന്നിട്ട് അത് ഒരു സൈഡിൽ നിന്ന് പൊടിക്കുന്നുണ്ടാകും. അപ്പം നമുക്ക് എല്ലാ മരുന്നുകളും വറുത്തതിന് ശേഷം പൊടിച്ചിട്ട് അരിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ഈ വെളുത്തുള്ളി, ചെറിയുള്ളി ഇതൊക്കെ തൊലി കളഞ്ഞിട്ട് വെക്കണം. എന്നിട്ട് ആ അരച്ച സാധനങ്ങളാണ് ഈ കാണുന്നത്. ആ എല്ലാ മരുന്നുകളും പ്ലസ് ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ അരച്ച് വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസമാണ് ഈ തേങ്ങാപ്പാൽ നമ്മൾ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഈ ഉരുളിയിലേക്ക് തീ കത്തിക്കുന്നില്ല. അപ്പോൾ അതിന് ശേഷം ബാക്കി മരുന്നുകളൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ തീ കത്തിച്ചിട്ട് ഇത് കൈ വിടാതെ ഇളക്കുന്നത്. കൈ വിടാതെ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് ഈ ഒരു രൂപത്തിലാവുന്നത് കേട്ടോ. എന്നിട്ടത് മെല്ലെ ഇറക്കി വെച്ചിട്ട് തണിഞ്ഞതിലും ഇളക്കിയിട്ട് അത് ഒരു ബോൾ പോലെ ഒരു പറ്റാത്ത രീതിയിലായിട്ട് വരണം. അപ്പോഴാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇത് വാങ്ങാൻ ഭയങ്കര എക്സ്പെൻസീവാണ് ഈ മരുന്ന്. അപ്പം നമ്മൾ ഇവിടെ ഉണ്ടാക്കിയത് കുറച്ച് ആൾക്കാർ കൂടിയിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ